ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കേരള പോലീസ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും അരിച്ചുപെറുക്കിയെങ്കിലും രാഹുലിന്റെ പൊടി പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. രാഹുൽ ശക്തമായ സുരക്ഷാ സംവിധാനത്തിന് കീഴിലാണ് ഇപ്പോൾ കഴിയുന്നതെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പോലീസ് വലവീശിയതാണ്, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. നമുക്കറിയാം, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. രാഹുൽ നിലവിൽ കോൺഗ്രസിൽ ഇല്ല എന്നത് വസ്തുതയാണ്. എങ്കിലും കോൺഗ്രസിലെ നേതാക്കളെയെല്ലാം രാഹുലിന് അറിയാം. അതുപോലെ തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമായും രാഹുലിന് അടുത്ത ബന്ധമുണ്ട്. കാസർഗോഡ് കടന്ന് കർണാടകയിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന സംശയമാണ് ഉയരുന്നത്. കർണാടകയിലെത്തിയ രാഹുൽ ഈ ഒരാഴ്ച കൊണ്ട് നിരവധി വാഹനങ്ങളാണ് മാറി മാറി ഉപയോഗിച്ചത്. ഇതിന് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, രാഹുലിന് വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി കർണാടകയിലെ വ്യവസായികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇവരുടെ സംരക്ഷണയിലാണ് രാഹുൽ എന്ന സംശയം കേരള പോലീസിനെ വട്ടം കറക്കുന്നുണ്ട്. ജി പരമേശ്വരിയാണ് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി. കേരളത്തിലെ നേതാക്കളുമായി അടുത്ത ബന്ധം പരമേശ്വരയ്ക്കുണ്ട്. അതുകൊണ്ട് കർണാടകയിൽ കടന്ന് രാഹുലിനെ പൊക്കാനുള്ള കരുത്തൊന്നും കേരള പോലീസിന് ഇല്ല എന്ന വെല്ലുവിളി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. കർണാടകയിൽ ഇരുന്നു കൊണ്ട് തന്നെ രാഹുലിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഇതോടെ കേരള പോലീസ് ആകെ വിറളി പിടിച്ച അവസ്ഥയിലാണ്. 9 ദിവസമായി ഇപ്പോൾ രാഹുൽ കാണാമറയത്താണ്. ഹൈക്കോടതി ഉപാധികളോടെ രാഹുലിന് ജാമ്യം നൽകുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒളിവ് ജീവിതം തുടരാൻ രാഹുലിന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് എത്തുന്നതിന് മുൻപേ പല സ്ഥലങ്ങളിൽ നിന്നും രാഹുലിന് രക്ഷപ്പെടാൻ സഹായകമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ തന്നെ രാഹുലിന് ഒളിവ് ജീവിതത്തിന് സഹായം നൽകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. നിർബന്ധിത ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ദിവസം യുവനടിയുടെ കാറിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. CCTV ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയായിരുന്നു രാഹുലിന്റെ യാത്ര. ആദ്യം കോയമ്പത്തൂരിലും തുടർന്ന് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബംഗളൂരുവിലെ റിസോർട്ടിലും ഒളിവിൽ കഴിഞ്ഞതായാണ് സൂചന. ഇവിടേക്ക് പോലീസ് എത്തുമെന്ന വാർത്ത വന്നതോടെ ബംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ബംഗളൂരുവിൽ അന്വേഷണ സംഘം എത്തുന്നതിന് മുൻപേ രാഹുൽ രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് വിവരം. എന്നാൽ ആഡംബര സൗകര്യത്തോടെ തന്നെയാണ് രാഹുലിന്റെ ഒളിവ് ജീവിതം എന്നും പറയുന്നുണ്ട്. രാഷ്ട്രീയ ബന്ധമുള്ള അഭിഭാഷകയുടെ സഹായത്തോടെ 2 ദിവസം രാഹുൽ ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ താമസിച്ചിരുന്നതായാണ് വിവരം. പോലീസിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ രാഹുലിന് കാറുകൾ മാറി മാറി നൽകുന്നത് ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളാണെന്നും പറയുന്നുണ്ട്. CCTV ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയായിരുന്നു യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ രാഹുൽ പൊള്ളാച്ചിയിലെത്തിയത്. അവിടെ നിന്ന് മറ്റൊരു കാറിലായിരുന്നു കോയമ്പത്തൂരിലേക്ക് പോയത്. പിന്നീട് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബംഗളൂരിലെത്തി അവിടെ റിസോർട്ടിൽ താമസിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് MLA ഓഫീസ് പൂട്ടി ഒളിവിൽ പോയത്. ജാമ്യാപേക്ഷ തള്ളിയതോടെ കേരളത്തിലെത്തി രാഹുൽ കീഴടങ്ങുമെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ പോലീസിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് രാഹുൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്.